ഈ കാണുന്ന മകള് നടന്നിട്ട് 13 വർഷമായി. അസ്ഥികളെല്ലാം ദ്രവിച്ച് ക്ഷയിച്ചത് അവളാ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ണൂർ നോക്കുമ്പോൾ അവൻ അവിടെ ഇല്ല. യേശുവിൽ നീ വിശ്വസിക്കുക, കുടുംബവും രക്ഷ പ്രാപിക്കും. കല്ലെടുത്ത് നെഞ്ച് തിടിക്കും, ശരീരം മൊത്തം അങ്ങ് വേദനിക്കുന്ന രീതിക്ക്. എന്നിട്ട് അത് മാറിയിരുന്നുകൊണ്ട് കരയും. കല്ലെടുത്ത് വെച്ച് സ്വന്തമായി ചതയ്ക്കുകയും തന്നെത്താൻ നിലവിളിക്കുകയും ചെയ്യുന്ന ഈ ചെറുപ്പക്കാരന്റെ ദുരാത്മാവിനെ കർത്താവ് പുറത്താക്കിയത് ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന ഒരു തിരുനാൾ, അതിനകത്ത് വ്യാപരിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. We're forgiven, singing redemption song. There's a fire that burns inside, a fire that burns inside. Nothing can stop us. We'll be running through the night with a fire that burns inside, a fire that burns inside. We are the free, the freedom generation, singing of mercy. You are the one who set us all in motion. Yours is the glory. There's a fire in our hearts and it burns for you. It's never gonna fade away. We are the free, and yours is the glory. ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ, ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ, കൺവെൻഷൻ മീറ്റിങ്ങിലൂടെ ഒക്കെ അനേക പ്രിയപ്പെട്ടവർക്ക് അത്ഭുതകരമായ സൗഖ്യവും വിടുതലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ എൽഷദായ് മിനിസ്ട്രിയിൽ അല്ലെങ്കിൽ ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൻ്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ഞായറാഴ്ച ആരാധനകളിൽ സ്ഥിരമായി കടന്നു വരികയും ചെയ്യുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും യേശുവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ വന്ദനം ചൊല്ലുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഇന്ന് നിങ്ങളിൽ ചില പ്രിയപ്പെട്ടവർ ഈ പ്രോഗ്രാം കാണുന്നത്. നിങ്ങളറിയുക, ഇതൊരു മതത്തിൻ്റെ പ്രസംഗമല്ല, ഇതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ മീറ്റിംഗ് അല്ല. വിശേഷാൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ യേശുക്രിസ്തു എന്ന സർവശക്തനായ ദൈവത്തിലൂടെ അത്ഭുതകരമായ രക്ഷയും വിടുതലും സമാധാനവും സൗഖ്യവും ശാപവിമുക്തിയും ഒക്കെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാർക്ക് വേണ്ടി ഈ പ്രോഗ്രാമുകൾ നടത്തപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഈ ടെലിവിഷൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ഭവനങ്ങളിൽ അത്ഭുത വിടുതലുകൾ
കർത്താവ് അയച്ചു. രോഗങ്ങളെ യേശു സൗഖ്യമാക്കി. ഇതൊരു മനുഷ്യൻ്റെ കഴിവല്ല, ഇതൊരു മനുഷ്യൻ ചെയ്യുന്നതുമല്ല. കാരണം വിശുദ്ധ ബൈബിളിൽ പൗലോസ് പറയുന്നു, നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് ദൈവമത്രേ. തന്നെത്താൻ പുകഴ്ത്തുന്നവനല്ല, കർത്താവ് പുകഴ്ത്തുന്നവനത്രേ കൊള്ളാവുന്നവൻ. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവമാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ കരമാണ് നമുക്കായിട്ട് അത്ഭുതം ചെയ്തത്. ഈ കഴിഞ്ഞ ദിവസത്തിൽ കൊട്ടാരക്കര ചർച്ചിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ച ചില പ്രിയപ്പെട്ടവർക്ക് അത്ഭുതകരമായ വിടുതലിനെ, അത്ഭുതകരമായ സൗഖ്യത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അയച്ചു. അവർ ചില പ്രിയപ്പെട്ടവരൊക്കെ വളരെ തകർന്ന് നിരാശയോടെയാണ് കടന്നു വന്നത്. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ കരം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. തുടർന്ന് ചില പ്രിയപ്പെട്ടവർക്ക് കർത്താവ് കൊടുത്ത ചില അത്ഭുത സൗഖ്യങ്ങളെ, അത്ഭുത വിടുതലുകളെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ നിങ്ങളും വിശ്വസിക്കുക, ദൈവവും നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതത്തെ ചെയ്യും. അത് കണ്ട് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില വിടുതലുകൾ ദൈവം നിങ്ങളുടെ മേലും അയക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിക്കാം. രണ്ടു മാസമായിട്ട് സ്കൂളിൽ പോകാതെ വെയിറ്റ് ഇട്ട് കിടന്ന പൈതലായി നിൽക്കുന്ന ഇപ്പോൾ 2 മാസമായി സ്കൂളിൽ പോകാൻ പോലും കഴിയാതെ വെയിറ്റ് ഇട്ട് വീട്ടിൽ കിടന്ന പൈതലായി. നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വരുന്നത്? തിരുവല്ല. എന്ന ഈ മോന്റെ ഡാഡിയും മമ്മിയും? അപ്പനും പപ്പായി കോൺട്രാക്ട് പണിയാ, മമ്മി വീട്ടില. ഈ മോന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 8 വയസ്സ്. കുഞ്ഞിന്റെ പ്രശ്നം? കുഞ്ഞ് കാല് താഴെ കുത്താൻ മേലായിരുന്നു. 2 പരീക്ഷക്കൊക്കെ എടുത്തോണ്ടാ പോയത്. പരീക്ഷയ്ക്ക് കൊണ്ടുപോയി ആന്റി എടുത്തോണ്ട പരീക്ഷ എഴുതിച്ചത്. കുഞ്ഞിനെ എടുത്തോണ്ട് പോയ പരീക്ഷ എഴുതിച്ചത്. മിടുക്കനാ, പഠിക്കാൻ മിടുക്കനാ. പക്ഷെ ഇപ്പൊ 2 മാസം സ്കൂളിൽ പോകാതെ വേറ്റിട്ട് വീട്ടിൽ കിടക്കുക. വെല്ലു കൊണ്ടുവന്നിട്ട് അവനും പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. എല്ലായിടത്തും ഞാനിട്ട് ഇവിടെ ഈ ഏണിന്. എത്ര വർഷം, എത്ര നാളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു? ഇപ്പം 2 കാണിക്കാത്ത ഡോക്ടർമാരൊന്നുമില്ല. എല്ലാ ഡോക്ടർമാരെയും കൊണ്ട് ഓർത്തോയെ കാണിച്ചതാണ്. ഇപ്പം വെല്ലൂരിൽ കൊണ്ടുപോയി അവിടെ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അത് കഴിഞ്ഞ് കോഴിക്കോട്ട് ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ പറഞ്ഞ് ഇപ്പോൾ 1.5 മാസം കൂടെ വെയിറ്റിട്ട് കിടക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി 1.5 മാസം കഴിഞ്ഞ് കൊണ്ടിയെല്ലാം പറഞ്ഞു. കൊണ്ടു വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാവുന്ന. 2 മാസമായി കാലിന് ബെൽറ്റ് ഇട്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞിന് സൗഖ്യമായി. ഇപ്പോൾ അവൻ്റെ കാലിന് കുത്തുമ്പോൾ ഒരു വേദനയില്ലെന്ന് പറയും. പരീക്ഷയ്ക്ക് എക്സാം ഹാളിൽ ഇവര് കുഞ്ഞിനെ എടുത്തോണ്ടാ പോയത്. കാല് തറ പോലും കുത്താൻ പറ്റാതെ ഇന്ന് മീറ്റിങ്ങിന് വന്നു. മോനെ, എന്താ മോന്റെ പേര്? ബെൻ. മോൻ എത്ര സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നേ? 3rd സ്റ്റാൻഡേർഡ്. മോന് കാല് തറ കുത്താൻ ഒക്കത്തില്ലായിരുന്നോ? സമയത്ത് അന്നേരം കാല് കുത്താനേ ഒക്കത്തില്ല. മോനെ എടുത്തോണ്ടാണോ പോയെ? വെല്ലൂർ ഹോസ്പിറ്റലിൽ കോഴിക്കോടൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ പറഞ്ഞു 1 മാസം കൂടി ഇട്ടേച്ച് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാ. നടക്കടാ മോനെ സ്റ്റേജിലൂടെ. ഓടിവാ 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 ബൻ, ഓടിവാ. എക്സാം ഹാളിൽ എടുത്തോണ്ട് പോയ ഒരു ചുവട് പോലും നടക്കാൻ പറ്റാതെ വെല്ലൂർ ഹോസ്പിറ്റലിൽ വീണ്ടും സർജറിക്ക് വിധേയനാക്കാനിരുന്ന ഈ കുഞ്ഞ് വിത്തിൻ സെക്കൻഡിനുള്ളിൽ. ഇവന്റെ രോഗത്തെ കുറിച്ച് എന്താ ഡോക്ടർ പറഞ്ഞേ? എന്തായിരുന്നു ഇവന്റെ പ്രശ്നം? ഒരു വെയിനിൽ കൂടെ ബ്ലഡ് സർക്കുലേഷൻ കുറവാ. അതുകൊണ്ട് ഇനി 1.5 മാസം കൊണ്ട് ഇനി വെയിറ്റ് ഇട്ടിട്ട് കോഴിക്കോട്ട് ഒരു ഡോക്ടറെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിപ്പം വീട്ടിൽ വെയിറ്റ് ഇട്ട് ഇപ്പം കിടക്കുക. മോനിപ്പം നടക്കുമ്പോ വേദനയുണ്ടോ? ഇല്ല. പാസ്റ്ററുകൾ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് ആ സമയത്ത് മോൻ എന്തോ ഉണ്ടായേ? ചെറിയ വേദന തോന്നി. എന്നിട്ട് മോൻ ചാടി എഴുന്നേറ്റപ്പോ പിന്നെ വേദനയില്ല? ഇവിടുന്ന് ചാടിക്കോ. ഓടിയേ ബൻ, ഓടിക്കരുവാ. I believe in miracles.
because I believe in Jesus. പാസ്റ്റർ, ഈ സിസ്റ്ററിൻ്റെ കൈയുടെ മുട്ടിന് തേയ്മാനമായിട്ട് കൈ മുമ്പോട്ട് നൂർക്കുവാൻ കഴിയത്തില്ല. ഇങ്ങനെ കൈ മുമ്പോട്ട് നൂർക്കുവാൻ കഴിയാതെ കഴിഞ്ഞ 6 മാസമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥിച്ച നിമിഷം കർത്താവ് തൊട്ടു. ഇപ്പോൾ കൈ നല്ലതുപോലെ നൂർക്കാം. എന്തുവായിരുന്നു കൈയുടെ പ്രശ്നം? ജോയിൻറ്റിന് വേദനയായിരുന്നു. 6 മാസം കൊണ്ട് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നത്. എനിക്ക് കൈ ഇങ്ങനെ നോക്കാനോ ഒരു വെയിറ്റ് 1 കിലോ ഭാരം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇന്ന് വരെ. ഇപ്പം ഞാൻ വാസ്റ്റ് ഇവിടുന്ന് ഈ ക്യാമറ ഇങ്ങനെ പൊക്കുന്നതായിട്ടുണ്ട്. ഞാനും ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി എടുത്ത് മാറ്റിയിരിക്കുന്നു പറഞ്ഞപ്പോൾ ഒരു ഷോക്ക് അടിക്കുന്ന പോലെ എൻ്റെ കൈയുടെ ഭാഗത്ത് അടിച്ചു. അപ്പോൾ എനിക്ക് പരിപൂർണമായിട്ട് സൗഖ്യം ദൈവം തന്നു. സഹോദര, എന്തുവായിരുന്നു നിങ്ങളുടെ വൈഫിന്റെ പ്രശ്നം? ഭയങ്കര വേദനയും എന്നും കരച്ചിലായിരുന്നു. സഹോദരിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എത്ര നാളായിട്ട് അങ്ങനെ സ്ട്രഗിൾ ചെയ്യുമായിരുന്നു? ഫുള്ള് ജോലി ഞാനാണ് ചെയ്യുന്നത്. ജോലി കഴിഞ്ഞ് വന്നാലും വന്നിട്ടായിരിക്കും ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നത്. എല്ലാ ജോലിയും കശുവണ്ടി ഫാക്ടറി പോയിക്കൊണ്ടിരിക്കുന്ന 10 കിലോ ഒക്കെ ജോലി ചെയ്യുന്നു. ഇപ്പം ഞാൻ 7-8 കിലോ ആയാൽ ജോലി ചെയ്യുന്നെങ്കിൽ ജോലി ചെയ്യാൻ വയ്യ, വേദന കാരണം. അത് കഴിഞ്ഞാൽ വീട്ടിലെല്ലാം ഫുൾ ജോലിൻ്റെ തുണി കഴിവുന്നതിൻ്റെ ഹസ്ബൻഡാണ്. സഹോദരിക്ക് കൈ നൂറുവല്ലായിരുന്നു അല്ലേ? ഇങ്ങനെ നൂരത്തില്ലായിരുന്നു. ഭയങ്കര നീര് ഇങ്ങനെ ഇവിടെ തൊടാനൊന്നും പറ്റത്തില്ല. നമ്മളെ അറിയാതെ തൊട്ടാൽ തന്നെ അയ്യോ എന്ന് നിലവിളിക്കും. ഇപ്പൊ കൈ വലിച്ചു കൊടയാം. ഇങ്ങനെ ഉയർത്താനായിരുന്നു പറ്റാ. ഇപ്പം ഫുള്ളായിട്ട് എനിക്ക് ഒരു വേദനയും ഇല്ല. ആ കൈ ഒന്ന് പിടിച്ച് ഞെക്കി നോക്കി. ഇല്ല ഇല്ല, ഇവിടെ ഇങ്ങനെ തൊടാൻ പറ്റത്തില്ലായിരുന്നു. ഓ മൈ ഗോഡ്, ലോർഡ് താങ്ക് യു. പക്ഷേ ഇതൊരു അത്ഭുത സാക്ഷ്യമാണ്. ഈ മോളുടെ പേര് സുബി എന്നാണ്. ഇപ്രാവശ്യത്തെ 10th പരീക്ഷ എഴുതാൻ വേണ്ടി ഇരിക്കുന്ന കുഞ്ഞാണ്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് തന്നിവിടെ ഓടനാവട്ടത്ത് താമസിക്കുന്നത്. അസീസി ഹോസ്പിറ്റലിൽ വെയിറ്റ് ഇട്ട് കിടക്കുകയായിരുന്നു. തൻ്റെ നട്ടലിൻ്റെ ഈ ഭാഗത്തായിട്ട് അരക്ക് ചുറ്റും തന്നെ ഞരമ്പ് ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ കുഞ്ഞു പറഞ്ഞത് മോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ലാസറിൻ്റെ ഗുഹയ്ക്കകത്തേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു ചെന്നു എന്ന് പറഞ്ഞ് പാസ്റ്റർ അങ്ങോട്ട് ഇറങ്ങിയ സമയത്ത് ഈ കുഞ്ഞ് പറയുന്ന കുഞ്ഞ് തെറിച്ചു പോയി. നേരത്തെ ഉണ്ടായിരുന്ന അസ്വസ്ഥത കുനിഞ്ഞു കഴിഞ്ഞാൽ ഞരമ്പ് മുറുകിയിരുന്ന കാരണം എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അതുപോലെ മറിഞ്ഞാ പോയത്. മറിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ ആ രോഗം തന്നെ വിട്ടുമാറി പൂർണ്ണ സൗഖ്യം കൊണ്ടുതിരിക്കുക. സുബി, എന്തായിരുന്നു മോക്കുണ്ടായിരുന്ന പ്രശ്നം? അങ്കിളെ, എൻ്റെ നരമ്പാണെങ്കിൽ ഇവിടെ ഇറുകിയിരിക്കുന്ന കാരണം എനിക്ക് ജസ്റ്റ് ഇത്രയും കുനിഞ്ഞൊന്ന് കൈ കഴുകാൻ പോലും ഒക്കത്തില്ലായിരുന്നു സ്കൂളിൽ. അങ്ങനെ ഭയങ്കര വേദനയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി 8 ദിവസം അവിടെ വെയിറ്റ് ഇട്ട് കിടന്നു. എന്നിട്ട് എക്സാം ആയതുകൊണ്ട് അവരെന്നെ അങ്ങ് വിട്ടത്. എന്നിട്ടും കുറവുണ്ട്, പക്ഷേ എനിക്ക് കുനിയുമ്പം മുട്ട് മടങ്ങാതെ എണീക്കാൻ ഒക്കത്തില്ല. അപ്പം ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അങ്കിൾ അവിടോട്ട് വന്നപ്പം ഇങ്ങനെ വന്നപ്പം ഞാൻ അവിടെ തെറിച്ച് എനിക്ക് പെട്ടെന്നൊരു എന്തോ പോലെ തോന്നി. ഇപ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് എഴുന്നേറ്റപ്പോ കുഴപ്പമില്ല. എനിക്ക് ബെൻഡ് ഡൗൺ ഇരുന്നേ. ചെയ്തേ, മുമ്പ് ചെയ്യാൻ പറ്റാത്ത ചെയ്തേ. നിവർന്നേ. വൺസ് അഗൈൻ. നോ പെയിൻ. No pain. That is the hand of Jesus. പാസ്റ്റർ, ഈ സിസ്റ്ററിൻ്റെ പേര് അനുദ എന്നാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് തൻ്റെ 2 കൈ ഉയർത്തുവാൻ കഴിയാതെ വളരെ വേദന അനുഭവിച്ച് ജോലി ചെയ്യുവാൻ കഴിയത്തില്ല. നട്ടലിന് വേദന, ഇതുപോലെ 2 വേദനയായിട്ട് വളരെ ഭാരപ്പെട്ടാണ് ഇന്ന് കടന്നു വന്നത്. ഇപ്പോൾ പ്രാർത്ഥിച്ച നിമിഷം കർത്താവ് തന്നെ തൊട്ടു. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. വേദനയെ മാറി പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൊടുത്തിരിക്കുകയാണ്. സിസ്റ്റർ അനുദ, എന്തായിരുന്നു സഹോദരിയുടെ പ്രശ്നം? എനിക്ക് കൈയുടെ ഷോൾഡർ ഭയങ്കര വേദനയായിരുന്നു. നോക്കാൻ പറ്റത്തില്ല. നോത്ത് കഴിഞ്ഞാൽ 1 മിനിറ്റ് പോലും അതിൽ ഭയങ്കര വേദന. കൈ ഉയർത്താൻ പറ്റില്ല. നടുവേദന അങ്ങനെയായിരുന്നു. 8 വർഷം കൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പാസ്റ്റർ പറഞ്ഞു നടുവേദന വേദനയുള്ളൊരു എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേക്കാൻ മടിച്ചിരുന്നു. അപ്പോൾ ഒരു ശക്തി വന്ന എൻ്റെ ശരീരം തടവുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്ക് പതിര് പോലെ എൻ്റെ കൈ അങ്ങ് ഉയർന്നു പോകുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല. നടുവേദനയില്ല. പൂർണ്ണമായി ദൈവം സൗഖ്യം തന്നു. ഇത് കർത്താവിൻ്റെ അത്ഭുത കൈയാണ്. ഈ കൈ ഉയർത്താൻ കഴിയാതെ നട്ടലിനകത്ത് അതിവേദനയാൽ
ഭാരപ്പെട്ട ഈ സഹോദരി, കൈക്കും വേദനയായിട്ടുന്ന ഈ സഹോദരി, അവൻ നമ്മുടെ നീരും ഉണ്ടാവുമായിരുന്നു കൈക്കകത്ത് അവൻ നമ്മുടെ വ്യാധികളെ ചുമന്നു. ഇനി നീ അത് ചുമക്കണ്ട. അതൂത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു സൗഖ്യമായിരിക്കുന്നു. ചിലർ ചാടി എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ ഈ സഹോദരി എഴുന്നേറ്റില്ല. പെട്ടെന്നൊരു കൈ വന്ന് തന്നെ തടവുന്നതായി ഫീൽ ചെയ്തു. തൻ്റെ കൈ രണ്ടും ഉയർത്തിയപ്പോൾ വേദനയില്ല, കുനിഞ്ഞപ്പോൾ വേദനയില്ല. She is healed in the name of Jesus. പാസ്റ്റർ, ഈ അപ്പച്ചൻ്റെ പേര് മത്തായി. 8ാം ക്ലാസ്സിൽ വെച്ച് വീണു. അന്നു മുതൽ ഈ അപ്പച്ചന് ഭയങ്കര നടുവിന് വേദനയായിരുന്നു. കസേരയിൽ പോലും ഇരിക്കാൻ കഴിയത്തില്ലായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവശക്തി ഈ അപ്പച്ചൻ്റെ മേൽ വന്നു. ഇപ്പോൾ ഈ അപ്പച്ചൻ തറയിൽ ഇരിക്കാൻ കഴിയുന്നു, കസേരയിൽ ഇരിക്കാൻ കഴിയുന്നു. യേശു പൂർണ്ണമായ സൗഖ്യം കൊടുത്തു. അച്ഛൻ എന്തുവായിരുന്നു ഉണ്ടായിരുന്ന? പറങ്കാവിൽ നിന്ന് വീണതാണ്. ഈ നടുവിന് വേദനയായിരുന്നു. ഇപ്പോൾ എത്ര വർഷമായ സംഭവം നടന്നു? 42 വർഷമായി അനുഭവിക്കുന്ന വേദനയാണ്. ഷുഗർ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഇരിക്കാനൊന്നും വയ്യാത്ത വലിയ വിഷമമാണ്. അങ്ങനെ ഇവിടെ വന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഒരു ശക്തി എനിക്കുണ്ടായി. അപ്പോൾ അത് ദൈവനാമത്തിൽ അത് സാക്ഷി പറയേണ്ടത് എൻ്റെ കടമയാണ്. അപ്പോൾ ആ ശക്തി ശരീരത്തിൽ വന്നപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയോ? നടുവിനൊക്കെ വേദന കുറഞ്ഞു. ഇപ്പൊ കുനിയാം. നേരത്തെ ഇരിക്കാൻ ഒക്കത്തില്ല. വലിയ കസേരയിൽ ഇരിക്കാൻ വലിയ പാടായിരുന്നു. കസേരയിൽ ഇരിക്കാൻ പാടായിരുന്നു. ഒട്ടും കുനിയാനൊക്കത്തില്ലായിരുന്നു. ഇപ്പൊ ഒന്ന് കുനിഞ്ഞേ, നിവർന്നേ. കസേരയിൽ ഇരിക്കാൻ പറ്റാത്ത ആള് തറയിലൊന്നിരുന്നേ. കസേരയിൽ പോലും തറയിലൊന്നിരുന്നേ. ബെൻഡ് സിറ്റിയ ചാടി എഴുന്നേറ്റ്. This is the hand of God. പാസ്റ്റർ, ഈ സിസ്റ്ററിന് കഴിഞ്ഞ 2.5 വർഷമായിട്ട് തനിക്കൊരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം നട്ടലിന് അതിഭയങ്കരമായ വേദന കഴിഞ്ഞ 2.5 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഈ സമയം പ്രാർത്ഥിച്ച സെക്കൻഡിൽ കർത്താവ് തൊട്ടു പൂർണ്ണമായ സൗഖ്യം കർത്താവ് കൊടുത്തിരിക്കുകയാണ്. എന്തുവായിരുന്നു സഹോദരിക്ക് ഉണ്ടായ പ്രതിസന്ധി, പ്രശ്നം? എൻ്റെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം 2.5 വർഷമായി. എനിക്ക് കിടക്കുവാനോ ഇരിക്കാനോ ഒന്നും പറ്റത്തില്ല. നട്ടൽ സൈഡ് മൊത്തം വേദനയായിരുന്നു. അപ്പോൾ എന്നെ അന്ന് ഡെലിവറി ചെയ്തപ്പോൾ നട്ടല് മടക്കിയാണ് അവരന്ന് ഇഞ്ചക്ഷൻ എടുത്തത്. അന്ന് മുതൽ എൻ്റെ നട്ടല് കംപ്ലീറ്റ് വേദനയായിരുന്നു. എനിക്ക് കിടക്കാനോ ഇരിക്കാനോ ഇവിടെ ആരാധനയ്ക്കൊക്കെ വരുമ്പോൾ ഞാൻ വളരെ പ്രയാസത്തോടെ വന്നിരുന്നിട്ട് പോകുന്നത്. എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ ഞാൻ കടന്നു പോകും. ആ ഒരു വളരെ ഭാരത്തോടെ ഞാനായിരുന്നു. പക്ഷേ പാസ്റ്റർ ഇവിടെ എന്നോട് പ്രാർത്ഥിച്ചപ്പോൾ എന്നെ ഒരു അദൃശ്യമായ കര എൻ്റെ നട്ടലിൻ്റെ സൈഡിൽ തൊട്ടു. ആ വിടുതൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഇപ്പോൾ ആ വേദനയില്ല. ഇനിയൊരു വിടുതലുണ്ട്. കഴിഞ്ഞ 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ബ്ലീഡിങ്ങിനാണ് ഞാൻ ഭാരപ്പെട്ടു. ഗർഭപാത്രത്തോട് പറഞ്ഞു, ഗർഭപാത്രത്തിന്റെ നിർജീവമായ അവസ്ഥയെ കണ്ടിട്ട് പോലും ദൈവം മനസ്സിലൊരു വാക്ക് പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ വരെ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, എങ്ങനെ പോകുമെന്ന് എനിക്കറിയത്തില്ല.